കൊള്ളസംഘങ്ങളും ലഹരി മാഫിയകളുമെല്ലാം അഴിഞ്ഞാടിയിരുന്ന ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ ഒരു ചേരി പ്രദേശത്തായിരുന്നു തിയാഗോ സിൽവയുടെ ജനനം. ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്ന ആ നാട്ടിൽ അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല അവൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നത്. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ആ കൊച്ചു പയ്യൻ്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. കുഞ്ഞു സിൽവയുടെ മനസ്സിൽ കാൽപന്തിൻ്റെ വിത്ത് പാകിയത് അവൻ്റെ രണ്ടാനച്ഛനായിരുന്നു. ട്രെയിനിങ്ങിന് പോവാൻ ക്യാഷ് ഇല്ലാത്തതിനാൽ കൺസെഷൻ ലഭിക്കാനായി സ്കൂൾ യൂണിഫോമിലായിരുന്നു അവൻ ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. ഒരിക്കൽ ബസ് കണ്ടക്ടർ അവനോടായി പറഞ്ഞു, ഈ ബസ് നിന്റെ സ്കൂളിലേക്ക് പോവുകയില്ല. കുറച്ച് ഭയന്നാണെങ്കിലും അവൻ സത്യങ്ങളെല്ലാം കണ്ടക്ടറോട് തുറന്ന് പറയുന്നു. ഞാൻ സ്കൂളിലേക്കല്ല, ട്രെയിനിങ് ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അങ്ങനെ ദിവസവും അവൻ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഒരിക്കൽ പോലും അവരവനെ ഇറക്കി വിട്ടിരുന്നില്ല.